വഖഫ് നിയമത്തിലൂടെ വഞ്ചിച്ച കോൺഗ്രസിനുള്ള തിരിച്ചടിയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുനമ്പം നിവാസികൾ. ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതിനാലാണ് മുനമ്പത്തെ ജനത എൻഡിഎക്കൊപ്പം നിന്നത്. 90% ക്രൈസ്തവ വിഭാഗങ്ങളുള്ള പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥി നേടിയതാകട്ടെ ചരിത്ര വിജയം. വഖഫ് അധിനിവേശത്തിനെതിരെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന റിലേ നിരാഹാര സമരത്തിൽ ഇടത് വലത് മുന്നണികൾ മൗനം പാലിച്ചപ്പോൾ ബിജെപി മാത്രം മുനമ്പം ജനതയെ ചേർത്ത് പിടിച്ചു. അതിനവർ പകരം നൽകിയത് മുനമ്പം പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡ്. ഒരേ മനസ്സോടെ പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ജനങ്ങൾ താമരചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുഞ്ഞുമോൻ അഗസ്റ്റിൻ 28 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മുനമ്പം ജനത മനസ്സിലാക്കി ഇരുമുന്നണികളുടെയും LDFിൻ്റെയും UDFിൻ്റെയും കുതന്ത്രങ്ങൾ, അവരുടെ ചതിക്കുഴികൾ, അവർ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ള സത്യം മുനമ്പം ജനത മനസ്സിലാക്കിയതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ ചതികൾക്കെതിരെ ഒരു വൻ തിരിച്ചടി മുനമ്പം ജനത നൽകി. BJPയോടൊപ്പം അണിചേർന്ന് 90% ക്രൈസ്തവർ താമസിക്കുന്ന മേഖല. ചരിത്രത്തിൽ BJP ജയിച്ചിട്ടില്ല. അവരാരും താമരയ്ക്ക് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എങ്കിലും അവർ BJPയെ വിജയിപ്പിക്കണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചതിന് കാരണം ഈ രണ്ട് മുന്നണികളും അവരെ വർഷങ്ങളോളം ചതിക്കുകയായിരുന്നു എന്ന് സത്യം അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ BJP സർക്കാരിനുള്ള മുനമ്പം ജനതയുടെ നന്ദി പ്രകടനം കൂടിയായി അത് മാറി. വഖഫ് ഭേദഗതി നിയമം BJP കൊണ്ടുവന്ന, മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം അതുകൊണ്ട് മാത്രമേ മുനമ്പം ജനതയ്ക്ക് ശാശ്വത പരിഹാരം കിട്ടുകയുള്ളൂ എന്ന് മുനമ്പം ജനത തിരിച്ചറിയുകയും ഈ LDFും UDFും മുനമ്പം ജനതയെ കാലങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയതുകൊണ്ടും അതിനുള്ള ശക്തമായ തിരിച്ചടിയും കൂടെയാണിത്. വഖഫ് അധിനിവേശത്താൽ കുടിയിറക്കപ്പെട്ട 610 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്നതാണ് BJP വിജയിച്ച പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡ്. ജനം, കൊച്ചി.